5 വർഷങ്ങൾക്ക് മുമ്പ് കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി തിരുവനന്തപുരം നഗരത്തിന്റെ മേയറായി ചുമതലയേൽക്കുമ്പോൾ നാട് തെല്ലൊരു വിസ്മയത്തോടെയാണ് അതിനെ നോക്കിക്കണ്ടത്. മനസ്സിലായില്ല? ഇല്ല. ഞാനൊരു ക്ലൂ തരാം. 5 വർഷങ്ങൾ പൂർത്തിയാക്കി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ആ മേയർ പടിയിറങ്ങാൻ ഒരുങ്ങുകയാണ്. ഈ ഭരണ നിർവഹണം എങ്ങനെ പോകുന്നു? നന്നായി ഭരണം കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. 5 വർഷം കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ എങ്ങനെയാണ് 5 വർഷത്തെ തിരിഞ്ഞു നോക്കുന്നത്? ഞാൻ ഇങ്ങനെ കാണുന്നു, നീ എങ്ങനെ കാണുന്നു? എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. അതിൽ ജനങ്ങളുടെ ഒരുപാട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് മൂവ്മെന്റ്സ്. നമ്മുടെ പ്രായത്തിൽ ഒരുപാട് മുതിർന്ന ആളുകൾ പോലും നമ്മൾ അവർക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ പ്രായം പോലും നോക്കാതെ നമ്മുടെ കാലിൽ വീണ് നന്ദി പറയുന്ന സന്ദർഭങ്ങൾ. നല്ല മനുഷ്യൻ, നല്ല ആരോഗ്യം, ഗാന്ധിയൻ വടിയില്ലാതെയല്ലേ അടിച്ചത്. നല്ല മനുഷ്യൻ, ഗാന്ധിയൻ വടിയില്ലാതെയല്ലേ അടിച്ചത്. അതിപ്പോ പറയുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ കണ്ണ് നിറയും. കാരണം നമ്മുടെ അമ്മയുടെ പ്രായമുള്ളവർ, അമ്മൂമ്മയുടെ പ്രായമുള്ളവർ, അവരൊക്കെ നമ്മുടെ ചേർത്ത് നിർത്തിയത് നമുക്ക് അവർക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ എപ്പോഴും എന്ത് തീരുമാനമെടുത്താലും ഞാൻ അതിനെ വിശ്വസിക്കുന്നത്. രാവിലെ പുട്ടാന്നല്ലയോ കഴിച്ചേ? അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, നല്ല തള്ളി ഇറക്കുന്നോണ്ട് ചോദിച്ചതാ. ഒരു നല്ല അനുഭവം ഞാൻ ചോദിച്ചാൽ എന്താ പറയാ? ഒരുപാടുണ്ടല്ലോ. നല്ല അനുഭവം എനിക്കൊന്ന് ഭരണസമിതി ചുമതലയേറ്റ് ഏതാണ്ട് 1 വർഷം ആവുമ്പോൾ സമയത്താണ് വിഴിഞ്ഞം തീരദേശ മേഖലയിൽ ഏതാണ്ട് 300-ലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ളാറ്റ് നിർമ്മാണം നടത്തി അവരുടെ ജീവിതത്തിനൊരു ഉറപ്പ് നൽകുക എന്നുള്ള ഒരു പദ്ധതി ഏറ്റെടുത്തത്. എന്നിട്ട് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോയ, സ്ഥലം കിട്ടാതെയൊക്കെ മുടങ്ങിപ്പോയ ഒരു പദ്ധതി പൂർത്തീകരിച്ചപ്പോൾ ഞാൻ അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പരിശോധിക്കാൻ വേണ്ടി നമ്മൾ 1-2 തവണ അവിടെ പോകും. എന്നെ കെട്ടിപ്പിടിച്ച് അതിൽ പല ഉമ്മമാരും പല സാധാരണക്കാരായ ജനങ്ങളും എല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ച് അവർ പറഞ്ഞു, ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞൊരു സന്ദർഭമുണ്ട്. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു, റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ശിവനേ, ഇനി ആരും സൂത്രം കാണിച്ചാ. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പുനർഗേഹം പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകിയ വീടുകളുടെ ദുരവസ്ഥയാണ് സി മലയാളം ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും പറയുമ്പോൾ അവർ പറയുന്നത് അടിപൊളി വീട് തന്നില്ലേ, നിങ്ങൾക്ക് അടിപൊളി വീട് തന്നില്ലേ എന്നാണ് പറയുന്നത്. എന്താ ഉറക്കം വരുന്നു. വീടെല്ലാം ഞങ്ങൾ പൊട്ടികാരിയാണ് കിടക്കുന്നത്. ചകരി പൊട്ടുന്നു, തറകൾ പൊട്ടുന്നു. മിക്ക വീടുകളിലും തറയിലിട്ടിരിക്കുന്ന ടൈലുകളുടെ ഉൾപ്പെടെയുള്ള സാഹചര്യമാണ്. തറ ഉൾപ്പെടെ വിണ്ട് കീറിയ നിലയിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. മാത്രമല്ല, ഭിത്തികളുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഇങ്ങനെ വിണ്ട് കീറി അതൊക്കെ തന്നെ പിളർന്നിരിക്കുന്ന സാഹചര്യമൊക്കെ തന്നെയാണുള്ളത്. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. 50 വർഷത്തേക്കുള്ള കാലാവധി എന്ന് പറഞ്ഞാണ് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത്. പക്ഷേ ഇത് 4 വർഷം ആകുന്നതിന് മുമ്പേ ഇതെല്ലാം ഇങ്ങനെ ഓരോന്ന് വീട് ഇളകുകയും ഞങ്ങൾക്കിപ്പം പേടിയാണ് വീട്ടിൽ താമസിക്കാൻ. വോട്ട് ചെയ്യുമ്പോൾ ആലോചിക്കണം എൻ്റെ ചേട്ടാ. എല്ലാം പൊളിഞ്ഞു വാരി കിടക്കുന്നു. അവർ അടിപൊളി വീടെന്ന് പറഞ്ഞ് തരുന്നത് അത്രയും പൊട്ടി വാരി കിടക്കുന്നു. കണ്ണിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചവർക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു ഇത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം വലിയൊരു പൊതുയോഗം നടത്തിയെന്നും പറയേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്കെല്ലാം അറിയാം. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി 5 കൊല്ലം കൊണ്ട് നടത്തിയ ഏക കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അയ്യോ, ഞാനോ? മനസ്സാ വാചാ കർമ്മണാ. നമ്മളാരും സ്വപ്നത്തിലേ വിചാരിച്ചില്ല ഇത്രയും ചെറുപ്പക്കാരിയായ ഒരു മേയർ ഇത്രയും വലിയ പകൽ കൊള്ള മേയർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നടത്തുമെന്ന് നമ്മൾ ആരും തന്നെ വിചാരിച്ചില്ല അവർ വരുമ്പോ. തിരുവനന്തപുരം നഗരസഭയിലെ പേരൂർക്കട വാർഡിലെ മണ്ണാമൂലയിലാണുള്ളത്. ഒരു നോട്ടീസ് കാണിക്കാം. വേണ്ട, വേണം, വേണ്ട, വേണം, വേണ്ട. നവീകരിച്ച കോട്ടിലക്കോണം കുളം ഉദ്ഘാടനം. മുഖ്യമന്ത്രി, മേയർ, MLA, ഡെപ്യൂട്ടി മേയറുടെയൊക്കെ ചിരിക്കുന്ന പടങ്ങളുണ്ട്. പേരൂർക്കട വാർഡിൽ കോട്ടിലക്കോണം കുളത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏറെ മികച്ച രീതിയിൽ നവീകരിച്ച കോട്ടിലക്കോണം കുളം പ്രദേശവാസികൾക്ക് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ഇതിന്റെ ഉദ്ഘാടനം 24-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നോട്ടീസ്. അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. നീ കോട്ടിലക്കോണം കുളം കാണണ്ടേ? ഇതാണ് നവീകരിച്ച കോട്ടിലക്കോണം കുളം.
ആഹാ ബ്യൂട്ടിഫുൾ. വെറും 3 വർഷം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്ത എന്റെ കൂട്ടാ. എങ്ങനെയുണ്ട്? നന്നായിട്ട്. അടിപൊളി. ഇനി ഈ കോട്ടിലക്കോണം നീന്തൽക്കുളം നവീകരിച്ചതിന് ചിലവായ തുക എത്രയെന്ന് അറിയണ്ടേ? 1,40,00,000 രൂപ. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. 1 കോടി എന്നാൽ 100 ലക്ഷം രൂപ. 140 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച നീന്തൽക്കുളമാണ് ദായി കാണുന്നത്. സംഗതി കുളമായി. എന്ത് കുളത്തിൽ വീണു കുളമായി. അവര് മേയറായി വരുമ്പോ നമ്മളൊക്കെ കരുതിയത് ഒരു ചെറുപ്പക്കാരിയാണ്, വിദ്യാസമ്പന്നയാണ്, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് പൊതുരംഗത്ത് വന്ന ആളാണ്. അതുകൊണ്ട് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയത് നല്ലൊരു മേയറായിരിക്കും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പക്ഷെ നമ്മുടെ എല്ലാ ആളുകളുടെയും പ്രതീക്ഷ, ജനങ്ങളുടെ പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ട് നേരം വെളുക്കുന്നത് വരെ കക്കുക എന്നുള്ള, അഴിമതി നടത്തുക എന്നുള്ള ഒറ്റ പരിപാടിയാണ് അവർ 5 വർഷവും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോലും ലോറി വാടക എഴുതിയെടുക്കുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലില്ലാത്ത കാര്യമാണ്. ആ തേണ്ടി തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. കോവിഡ് ആയതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല മര്യാദയ്ക്ക് പഴയ പ്രതാപത്തോടെ നടത്താൻ പറ്റിയില്ല. പക്ഷെ പൈസ എഴുതിയെടുക്കുന്ന കാര്യത്തിൽ അവർക്ക് കോവിഡ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ആറ്റുകാൽ അമ്മയെ പറ്റിച്ച് കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം എന്താണ് ഒരു നാട്ടിലെ ജനതയ്ക്ക് ഇത്രയും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം? ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ.